ബംഗളൂരുവിൽ കൊൽക്കത്ത സ്വദേശിനി കൂട്ടബലാത്സംഗത്തിനിരയായി. ബംഗളൂരു ഗംഗോധനഹള്ളിയിലാണ് അതിക്രമമുണ്ടായത്. മോഷണത്തിനെത്തിയ 3 യുവാക്കളാണ് യുവതിയെ ഉപദ്രവിച്ചത്. കെ.ബി. ശ്രീധരനുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീധരൻ, ഈ മാസം തന്നെ കേൾക്കുന്ന എത്രാമത്തെ കൂട്ടബലാത്സംഗ വാർത്തയാണ്? ഈ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അനശ്വര, 5 സംഘമാണ് ഈ സംഭവത്തിന്, ഈ കൊടും കൃത്യത്തിന് പിന്നിൽ. 3 പേരാണ് ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തത്. ഈ പെൺകുട്ടി ഇവിടെ കൊൽക്കത്ത സ്വദേശിനിയാണ്. ബംഗളൂരുവിൽ കുറച്ചു കാലമായി ജോലി ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ്, ബ്യൂട്ടീഷ്യനായിട്ടാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ ഫ്ളാറ്റിലേക്ക് നിരവധി ആളുകൾ ഈ ആവശ്യത്തിന് വേണ്ടി, ബ്യൂട്ടീഷ്യൻ ആവശ്യത്തിനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വരാറുണ്ട്. ഇതിനെ ചൊല്ലി സമീപത്തുള്ള ചില വീട്ടുകാർക്ക്, അയൽക്കാർക്ക് അതിനെ ചൊല്ലി തർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിൽ ഒരു അധ്യാപികയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവരുമായി പ്രശ്നമുള്ളത്. അവർ നൽകിയ കൊട്ടേഷനാണോ, ഇവരെ ഒഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവർ നൽകിയ കൊട്ടേഷനാണോ ഇത് എന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇവർ ഗുണ്ടകളെ വിട്ട് ഇവരെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. ആ ഗുണ്ടകൾ വന്ന് ഈ യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർ പുറത്ത് കാവൽ നിന്നു. 3 പേർ അകത്ത് കയറി വളരെ ക്രൂരമായി ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവർ അവിടെ നിന്ന് പോയ ശേഷം പെൺകുട്ടി തന്നെയാണ് മതനായകരഹള്ളി പോലീസിൽ വിവരമറിയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. അങ്ങനെ വീടിന് പുറത്തു നിന്ന 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 3 പ്രതികൾ, അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചായിട്ടാണ് SP അറിയിക്കുന്നത്. ശരി, കെ.ബി. ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.